ഏവർക്കും പുതിയ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ യാത്ര ഇടുക്കിയിലെ കൊളുക്കുമലയിലേക്കാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ കൊളുക്കുമലയിൽ എത്തിച്ചേർന്നു. ട്രെക്കിംഗ് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഇവിടം. സൂര്യനെല്ലി ടൗണിൽ നിന്നും ജീപ്പ് കയറി വേണം കൊളുക്കുമലയിലേക്ക് പോകാൻ. അതിനുവേണ്ടി നമ്മൾ വെളുപ്പിന് തന്നെ 4 മണി 4:30 എന്താകണം അതിന്റെ പോയിന്റിലേക്ക് എത്തിച്ചേരണം. നമ്മൾ വൈകുന്തോറും ജീപ്പ് കിട്ടാൻ സാധ്യത കുറവാണ്. ഒരു ജീപ്പിൽ 6 പേർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ. ടിക്കറ്റ് എടുത്തതിന് ശേഷം ജീപ്പിൽ കയറി ഇരുട്ടിൽ തന്നെ നമ്മൾ മല കയറി. ഈ മല കയറാൻ പോകുന്നത് മറ്റൊരു വല്ലാത്തൊരു അനുഭവമാണ്. മൂന്നാറിലെ തണുപ്പ് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ ഈ കൊളുക്കുമല. ഞങ്ങൾ 5 മണി കഴിഞ്ഞിട്ടാണ് കൊളുക്കുമലയിലേക്ക് എത്തിച്ചേർന്നത്. അപ്പോഴേക്കും സൂര്യൻ ചക്രവാളത്തിലേക്ക് പൊന്തി തുടങ്ങിയിരുന്നു. എന്നാലും നമ്മൾ കണ്ട കാഴ്ചകളെല്ലാം അതിമനോഹരം തന്നെയായിരുന്നു. കേരളത്തിലെ ഇടുക്കി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് കേട്ടോ കൊളുക്കുമല. ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തേയിലത്തോട്ടം എന്ന പ്രശസ്തി കൊളുക്കുമലയ്ക്ക് സ്വന്തമാണ്. അതാണ് ഏറ്റവും ഹൈലൈറ്റ്. കൊളുക്കുമലയെ കുറിച്ച് ചില പ്രധാന വിവരങ്ങൾ ഞങ്ങൾ നിങ്ങൾക്ക് തരാം. ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള തേയിലത്തോട്ടം സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 7900 അടി ഉയരത്തിലാണ് കൊളുക്കുമല സ്ഥിതി ചെയ്യുന്നത്. തമിഴ്നാടിനോട് ചേർന്നാണ് കിടക്കുന്നതെങ്കിലും മൂന്നാറിൽ നിന്നാണ് ഇവിടേക്ക് ഭൂരിഭാഗം സഞ്ചാരികളും എത്തുന്നത്. നോക്കണം കേട്ടോ. അതുപോലെ തന്നെ മറ്റു അതിമനോഹരമായ കാഴ്ചയാണ് ഇവിടുത്തെ സൂര്യോദയം. കൊളുക്കുമലയിലെ ഏറ്റവും പ്രധാന ആകർഷണം സൂര്യോദയം ആണ്. പുലർച്ചെ കോടമഞ്ഞിനിടയിലൂടെ മേഘങ്ങൾ കൂട്ടങ്ങളിൽ മുകളിലായി സൂര്യൻ ഉദിച്ചുയരുന്നത് കാണാൻ ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ എത്തുന്നത്. ഈ പ്രതിഭാസത്തെ മേഘങ്ങൾക്കിടയിലെ സൂര്യോദയം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഇവിടെ എത്തണമെങ്കിൽ ജീപ്പ് സവാരി വേണം. കൊളുക്കുമലയിലെ ജീപ്പ് സവാരി അടിപൊളിയാണ്. നമുക്ക് അനിർവചനീയമായ ഒരു സംഭവ വികാസമാണ്. സാധാരണ വാഹനങ്ങൾക്ക് ഇവിടേക്ക് പ്രവേശനമില്ല. ഇത് താഴെ നിന്നും നമ്മൾ വാഹനം ജീപ്പ് കയറി വേണം ഇവിടേക്ക് എത്താൻ. സൂര്യനിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ ദൂരം കല്ലും മണ്ണും നിറഞ്ഞ വഴികളിലൂടെയുള്ള ഓഫ് റോഡ് ജീപ്പ് സവാരി സഞ്ചാരികൾക്ക് ഒരു പ്രത്യേക അനുഭവമാണ്. കൊളുക്കുമലയിൽ നിന്ന് അതിമനോഹരമായിട്ട് സൂര്യോദയം ഒക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ വീണ്ടും ജീപ്പിൽ കയറി യാത്ര തിരിച്ചു. മല ഇറങ്ങുന്ന വഴിയിൽ തന്നെ ഒരു സിംഹപാറ കാണാൻ വേണ്ടി അവിടേക്ക് പോകേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ യാത്ര അങ്ങോട്ടേക്കാണ്. നടന്നു വേണം അവിടേക്ക് എത്തിച്ചേരാൻ. നമ്മുടെ ജീപ്പ് സൈഡാക്കി ഒരു ചെറിയ വഴിയിലൂടെ നടന്നു വേണം സിംഹപാറ കാണാൻ വേണ്ടി എത്താൻ. അതിമനോഹരമായ ഒരു സ്ഥലമാണ് ഇവിടം. പോകുന്ന വഴിയിൽ തന്നെ നമുക്ക് മനോഹരമായ കാഴ്ചകളൊക്കെ കാണാനും സാധിക്കും. അങ്ങനെ നമ്മൾ സിംഹപ്പാറയിലെത്തി. കൊളുക്കുമലയിലെ മറ്റൊരു പ്രധാന ആകർഷണമാണ് സിംഹത്തിന്റെ മുഖമുള്ള ഒരു വലിയ പാറ. ഇതിനെ സിംഹപ്പാറ എന്ന് വിളിക്കുന്നു. ഫോട്ടോ എടുക്കാൻ പറ്റിയ മനോഹരമാണ് സ്ഥലമാണിത്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: യാത്ര മൂന്നാറിൽ നിന്നും ഏകദേശം 35 കിലോമീറ്റർ അകലെയുള്ള സൂര്യനെല്ലി എത്തണം. അവിടെ നിന്ന് ജീപ്പ് വാടകയ്ക്ക് എടുത്തു വേണം മലമുകളിലേക്ക് പോകാൻ. സൂര്യോദയം കാണണമെങ്കിൽ പുലർച്ചെ 4 മണി 4:30 കൂടി വേണം സൂര്യനെല്ലിയിൽ നിന്ന് യാത്ര തിരിക്കണം.
കടുത്ത തണുപ്പുള്ള സ്ഥലമായതുകൊണ്ട് കമ്പിളി വസ്ത്രങ്ങൾ കരുതുന്നത് ഏറ്റവും നല്ലതാണ്. പ്രകൃതി ഭംഗിയും സാഹസികതയും ഒരുപോലെ ആസ്വദിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മൂന്നാറിൽ സന്ദർശിക്കാൻ പറ്റിയ ഒരു ഏറ്റവും മികച്ച സ്ഥലമാണ് കുളുക്കുമല. കുളുക്കുമലയിലെ എക്സ്പീരിയൻസ് അറിയണമെങ്കിൽ യാത്ര ചെയ്തിട്ട് വേണം നിങ്ങൾ അറിയാൻ. ശൂരനെല്ലിയിൽ നിന്ന് ഏകദേശം 10 കിലോമീറ്റർ ദൂരം കല്ലും മണ്ണും നിറഞ്ഞ വഴികളിലൂടെയുള്ള ഓഫ് റോഡ് ജീപ്പ് സവാരി സഞ്ചാരികൾക്ക് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. ഇവിടുത്തെ മറ്റൊരു ഹൈലൈറ്റ് തേയില ഫാക്ടറിയാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഏകദേശം 1930കളിൽ നിർമ്മിച്ച ഒരു പഴയ തേയില ഫാക്ടറി ഇന്നും ഇവിടെ നിലനിൽപ്പുണ്ട്. തേയില സംസ്കരണമാണ് ഇവിടെ നടക്കുന്ന രീതി പഴയ രീതിയിലുള്ള തേയില സംസ്കരണമാണ് കേട്ടോ. സഞ്ചാരികൾ ഈ ഫാക്ടറി സന്ദർശിക്കാനും വളരെ കുറഞ്ഞ നിരക്കിൽ തേയില വാങ്ങാനും ഇവിടെ സാധിക്കും. ഇവിടെയുള്ള ഏറ്റവും നല്ല അപ്ഡേറ്റുകളൊക്കെ അറിയാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക.